ഹലോ, ഏവർക്കും സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം. LDCക്ക് വേണ്ടിയിട്ടുള്ള 26ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, ഇന്ന് ക്രിസ്മസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ട് ആഘോഷിച്ചില്ലേ അതിൽ ഓക്കെ കഴിച്ചു. ഇന്നലെ ഇവിടെ സെൻട്രലിൽ ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇന്നലെയാണ് നമ്മുടെ ചാനലിന് 1 വർഷം പൂർത്തിയായത്. അതായത് നമ്മൾ മെയിൻ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ട് 1 വർഷം പൂർത്തിയായത് ഇന്നലെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ പറയുകയാണ്. ഓക്കെ, പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചാണ്. ഇന്ന് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങളാണ്. സുപ്രധാന നിയമങ്ങളിൽ ബാലാവകാശ സംരക്ഷണ നിയമവും ബാലാവകാശ കമ്മീഷനുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് പുതുതായിട്ട് ആരംഭിച്ച പദ്ധതികളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ 25ാമത്തെ ക്ലാസ്സിൻ്റെ റിവിഷൻ ഉണ്ട്. എല്ലാവരും റിവിഷൻ അറ്റൻഡ് ചെയ്ത് മാർക്ക് കമൻറ്റ് ചെയ്യണം. ടോപ്പ് മാർക്കുകളുടെ പേര് ഞാൻ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, നമ്മൾ LDCക്ക് വേണ്ടിയിട്ടൊരു പുതിയ ബാച്ച് ജനുവരി 1 ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ, റെക്കോർഡ് ക്ലാസ് ഇല്ല. റെക്കോർഡ് ക്ലാസ് തരാത്തതിന് കാരണം, റെക്കോർഡ് ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങളത് പെൻഡിങ് ഇടും. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഉള്ള ഒരു LDC, LGS, LPUP ബാച്ചിനും നമ്മൾ റെക്കോർഡ് ക്ലാസ് കൊടുക്കുന്നില്ല. കാരണം ഇത് തന്നെയാണ്. അപ്പോൾ അവർക്കും അത് തന്നെയാണ് ഓക്കെ. അതായത് കാര്യം ഡെയിലി അന്നന്ന് പഠിച്ച് അവർ പോകുന്നുണ്ട്, പരീക്ഷ എഴുതി പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് റെക്കോർഡ് ക്ലാസ് കണക്കാക്കി ആരും കോൺടാക്ട് ചെയ്യേണ്ട. ലൈവ് ക്ലാസ് വേണമെന്നുള്ളത് മാത്രം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ അത്രേ പറയാവുള്ളൂ. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. അവിടെ റിവിഷനാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. റിവിഷൻ നമ്മൾ ഡേ 25ൻ്റെ ക്ലാസ്സിലെ റിവിഷനാണ് നടത്താൻ പോണത്. ഓക്കെ, ഉത്തരങ്ങൾ മാത്രം എഴുതിയാൽ മതി, കോപ്പി അടിക്കാതെ സ്വന്തമായി ഉത്തരങ്ങൾ എഴുതണം. നിങ്ങളുടെ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് കാണുക. ഇന്ത്യൻ ഭരണഘടനയിലെ നിലവിലെ ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലെ ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ്? രണ്ടാം ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടത് എത്രാമത്തെ ഭേദഗതിയിലാണ്? അത് ഏത് വർഷമാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഭേദഗതിയും വർഷവും എഴുതണം. മൂന്നാമത്തെ ചോദ്യം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗവും ആർട്ടിക്കിളും. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗവും ആർട്ടിക്കിളും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത് എന്തൊക്കെ? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത് എന്തൊക്കെ? എഴുതിയല്ലോ. അടുത്ത്, കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ ഏതാണ്? കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ ഏതാണ്? എഴുതിയല്ലോ. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? എഴുതിയല്ലോ. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? എട്ടാമത്തെ ചോദ്യം, ഇറ്റാലിയൻ ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭാഷ ഏതാണ്? ഇറ്റാലിയൻ ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭാഷ ഏതാണ്? ഒൻപതാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ ആരാണ്? സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ ആരാണ്? പത്താമത്തെ ചോദ്യം, നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലാണ്. നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? പതിനൊന്നാമത്തെ ചോദ്യം, അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്?
കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? അടുത്ത 13ാം ചോദ്യം. രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ ആരാണ്? രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ ആരാണ്? നിയമ ഉദ്യോഗസ്ഥൻ ആരാണ്? 14ാം ചോദ്യം. നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? നിലവിലെ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? എഴുതിയല്ലോ. ഓക്കെ. അടുത്ത് കേന്ദ്ര സർക്കാരിന് നിയമോപദേശം നൽകുന്ന പദവി ഏതാണ്? കേന്ദ്ര സർക്കാരിന് നിയമോപദേശം നൽകുന്ന പദവി ഏതാണ്? ഓക്കെ. അടുത്ത് നിലവിലെ സംസ്ഥാന ചീഫ് സെക്രട്ടറി ആരാണ്? നിലവിലെ സംസ്ഥാന ചീഫ് സെക്രട്ടറി ആരാണ്? എഴുതിയല്ലോ. അടുത്ത് ആർ വെങ്കട്ടരമണി വഹിക്കുന്ന ദേശീയ പദവി ഏതാണ്? ആർ വെങ്കട്ടരമണി വഹിക്കുന്ന ദേശീയ പദവി ഏതാണ്? ആർ വെങ്കട്ടരമണി വഹിക്കുന്ന ദേശീയ പദവി ഏതാണ്? അടുത്ത 18ാമത്തെ ചോദ്യം. തിരഞ്ഞെടുക്കപ്പെടാതെ തന്നെ സംസ്ഥാന നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? തിരഞ്ഞെടുക്കപ്പെടാതെ തന്നെ സംസ്ഥാന നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ഉദ്യോഗസ്ഥൻ ആരാണ്? പതിനാലാം ചോദ്യം. ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷാ നിയമം നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷാ നിയമം നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷാ നിയമം നിലവിൽ വന്ന വർഷം? 20ാം ചോദ്യം. അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ഓക്കെ, എഴുതിയല്ലോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തേ പെട്ടെന്ന്. സ്വന്തം പേപ്പർ വേറെ പാസ് ചെയ്യടേ. സത്യസന്ധമായി നോക്കണം കേട്ടാ. ബെഡ് തള്ളിക്കോണം തെറ്റൊക്കെ ഉണ്ടെങ്കിൽ. ഷാമിൻ്റെയൊക്കെ വലിച്ചു കളഞ്ഞ പേപ്പർ തെറ്റുണ്ടെങ്കിൽ. ക്ലാസ്സിൽ നീ പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയിലെ നിലവിലെ ഭാഗങ്ങളുടെ എണ്ണം അവിടെ അതുൽ 25 ശരിയായ ഉത്തരം. അടുത്ത് ഇവിടെ അർച്ചന. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഭേദഗതി ഏതാണ്? വർഷം ഏതാണ്? 42 1976. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ ഭാഗവും ആർട്ടിക്കിളും? ഭാഗം 11 ആർട്ടിക്കിൾ 245 മുതൽ 263 വരെ. ഓക്കെ. അടുത്ത് ഇന്ത്യൻ ഭരണഘടന നിലയിൽ വരുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഓക്കെ, ആമുഖം ഉണ്ടായിരുന്നു, 22 ഭാഗമുണ്ടായിരുന്നു, 8 പട്ടിക ഉണ്ടായിരുന്നു, 395 അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ഓക്കെ. കേന്ദ്ര സംസ്ഥാന ബന്ധം അന്വേഷണ കമ്മീഷൻ ഏതാ? സർക്കാരിയ കമ്മീഷൻ. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ പറഞ്ഞ അതുൽ? 343 1. നീ ഇല്ലേ എഴുതണ്ട പഠിപ്പിച്ചപ്പോഴേ? അടുത്ത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാ? ഏത്? ഹിന്ദി. ഔദ്യോഗിക ഭാഷ ഇല്ല. ഇപ്പൊ ഔദ്യോഗിക ഭാഷയെ കുറിച്ചുള്ള ആർട്ടിക്കിളും പറഞ്ഞിട്ട് ഞാൻ ബുക്കെടുത്ത് തലയിട്ട് തരും. ഹിന്ദി, വെറും ഹിന്ദി അല്ല, ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി. ഓക്കെ. ഇറ്റാലിയൻ ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഭാഷ ഏതാ? ഷാനു? തെലുങ്ക്. അടുത്ത് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ ആരാ? അഡ്വക്കേറ്റ് ജനറൽ. ഓക്കെ. നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാ? കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. ഓക്കെ. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ അതുൽ? 165. കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാ? സൂര്യകൃഷ്ണ അയ്യർ. തെറ്റാണ്. കെ.വി. സൂര്യനാരായണ അയ്യർ. ഓക്കെ. അടുത്ത്
രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ ആരാണ്? അറ്റോർണി ജനറൽ. ഓക്കെ. നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാ? രാജീവ് ഗൗബ. ഓക്കെ. കേന്ദ്ര സർക്കാരിന് നിയമോപദേശം നൽകുന്ന പദവി ഏതാണ്? അറ്റോർണി ജനറൽ ആണ്. ഓക്കെ. നിലവിലെ ചീഫ് സെക്രട്ടറി ആരാ? വി വേണു IAS. ഓക്കെ. ആർ വെങ്കട്ടരമണി വഹിക്കുന്ന പദവി ഏതാ? അറ്റോർണി ജനറൽ ആണ്. തിരഞ്ഞെടുക്കപ്പെടാതെ തന്നെ സംസ്ഥാന നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥൻ ആരാ? അഡ്വക്കേറ്റ് ജനറൽ. ഔദ്യോഗിക ഭാഷാ നിയമം നിലവിൽ വന്ന വർഷം 1963. ഓക്കെ. അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 76. ഓക്കെ. ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് മാർക്ക് നോക്കാണ്ടല്ലേ? ഓക്കെ. ഇവിടെ അതുൽ UPക്ക് എത്ര മാർക്കുണ്ട്? 20 അടിച്ച്. ഓക്കെ. അർച്ചന 20 മാർക്ക്. കങ്കാഷ്. ഓക്കെ. 12 മാർക്ക്. എന്തുവാടേ ക്ലാസ്സിലിരുന്ന്? ഓക്കെ. അവിടെ അപർണ, സുബിൻ ഏതാ തെറ്റിയത്? 1 ദിവസം ഏതായിരുന്നു? സൂര്യനാരായണ, KV സൂര്യനാരായണ അയ്യർ. തെറ്റി. ഓക്കെ. ശരി. അപ്പം നിങ്ങളും നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ പരീക്ഷയിൽ ടോപ്പ് മാർക്കുള്ള ആൾക്കാർ, അതായത് 20-ന് 20 മാർക്കുള്ള ആൾക്കാരുടെ പേര് ഞാൻ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്, അത് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ. ശരി. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ചോദ്യമാണേ, കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരെന്താണ് ചോദ്യം? ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേര്. ഓപ്ഷൻസ്: നിയുക്തി, ഓപ്ഷൻ എ നിയുക്തി, ഓപ്ഷൻ ബി തെളിമ, ഓപ്ഷൻ ബി എന്താണ്? തെളിമ, ഓപ്ഷൻ സി തളിര്, ഓപ്ഷൻ സി തളിര്, ഓപ്ഷൻ ഡി സമ്പൂർണ്ണ. അറിയാം നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരെന്താണ്? തെളിമ. ഓക്കെ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേട്ടി ഉത്തരം പറയണേ. ഇപ്പം നോട്ട് എഴുതണ്ട കേട്ടോ, നിങ്ങൾക്ക് നോട്ട് തരാം. ഓക്കെ. ചോദ്യം ഇതാണ്: സ്ത്രീകളിൽ ആത്മവിശ്വാസവും അവബോധവും വളർത്തിയെടുത്ത്, എന്താ വളർത്തിയെടുക്കണം? ആത്മവിശ്വാസവും അവബോധവും വളർത്തിയെടുത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് യുവജനക്ഷേമ ബോർഡ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? മനസ്സിലായ? സ്ത്രീകൾക്ക് എന്തൊക്കെ വളർത്തിയെടുക്കണം? ആത്മവിശ്വാസവും അവബോധം വളർത്തിയെടുത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് യുവജനക്ഷേമ ബോർഡ് ആരംഭിച്ച പദ്ധതി എന്താണ്? ആയി തുടങ്ങും, ഡമ്മിൽ അവസാനിക്കും. അവിടോ? അവളിടം. എന്താണ്? അവളിടം. അപ്പോൾ അവരുടെ പദ്ധതി മനസ്സിലായല്ലോ. എന്താണ് അവരുടെ പദ്ധതി? സ്ത്രീകളിൽ ആത്മവിശ്വാസം അവബോധം വളർത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? അവളിടം. എന്താണ്? അവളിടം. ഓക്കെ. അടുത്ത ചോദ്യം: കേരളത്തിലെ സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുന്നതിനുള്ള കോൾ സെൻറ്റർ സംവിധാനം ഏതാണ്? അറിയോ? സായി തുടങ്ങും, ജായിൽ അവസാനിക്കും. സജ്ജം. സഹജമല്ല, സഹജ. എന്താണ്? സഹജ. ഓക്കെ. അപ്പോൾ കേരളത്തിലെ സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുന്നതിനുള്ള കോൾ സെന്റർ സംവിധാനത്തിന്റെ പേരെന്താണ്? സഹജ. എന്താണ്? സഹജ. ഓക്കെ. അടുത്ത്: ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ സമാഹരിച്ച് പുനഃചംക്രമണം നടത്തുന്ന ഹരിത കേരള മിഷൻ പദ്ധതി നമ്മൾ പഠിച്ചിട്ടുണ്ടത്. പിങ്ക് ബൂത്താ? പെൻ ബൂത്ത്. എന്താണ്? പെൻ ബൂത്ത്. ഉപയോഗശൂന്യമായി ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക് പേനയാണ്, നമ്മളത് എന്ത് ചെയ്യും? തീരുമ്പോൾ നമ്മൾ കളയും. അങ്ങനെ കളയുന്ന പേനകളെ ഇവരെന്ത് ചെയ്യും? സമാഹരിച്ചിട്ട് എന്ത് ചെയ്യും? റീസൈക്ലിംഗ് ചെയ്യും, പുനഃചംക്രമണം നടത്തി ഉപയോഗിക്കും. അപ്പോൾ ആ പദ്ധതിയാണ് ഏത്? പെൻ ബൂത്ത് കേട്ടോ. അടുത്ത്: കുടിവെള്ള ആവശ്യത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും ശുദ്ധജലം ലഭ്യമാക്കുന്ന ഹരിത കേരള മിഷൻ പദ്ധതി ഏതാ? ഇതൊക്കെ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. കുടിവെള്ളത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതി. 2 വാക്കുണ്ട്. 2 വാക്കും ആരംഭിക്കുന്നത് ജായിലാണ്. ജൽജീവൻ. പോളാച്ചി ഏതാ? രണ്ടിലും വേണ്ട, ഞാൻ തന്നെ പറഞ്ഞത്. ജലരക്ഷ, ജീവരക്ഷ. നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതന്നെ. ജലരക്ഷ, ജീവരക്ഷ. ഓക്കെ. അപ്പോൾ 4 ഓർമ്മയുണ്ടോ? ഓക്കെ. 4 ഓർമ്മയുണ്ടല്ലേ? ശരി, ഞാൻ ചോദിക്കാൻ പോവുകയാണേ. അവളിടം പറ. സ്ത്രീകളുടെ ആത്മവിശ്വാസവും സ്ത്രീകളുടെ ആത്മവിശ്വാസം കൊണ്ടുവരുന്നതിന് ആത്മവിശ്വാസം അവബോധവും വളർത്തിയെടുത്ത് എങ്ങോട്ട് കൊണ്ടുവരണം? മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ആരംഭിച്ച? യുവജനക്ഷേമ ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് അവളിടം. സഹജ പറ.
കേരളത്തിലെ സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എവിടെ അറിയിക്കാൻ വേണ്ടിയിട്ട് തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച കോൾ സെന്റർ സംവിധാനത്തിന്റെ പേരാണെന്ത്? സഹജ. ഓക്കെ, നീ ഇത് പറ, പെൻബൂത്ത് പറ. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ സമാഹരിച്ച് റീസൈക്ലിംഗ് ചെയ്യുന്ന പദ്ധതിയാണ് ഏത്? പെൻബൂത്ത്. ജലരക്ഷ ജീവരക്ഷ പറ. ഏതൊക്കെ ആവശ്യത്തിനുള്ള ജലം? കുടിവെള്ളത്തിനും പിന്നെന്തിനാ വെള്ളം ഉപയോഗിക്കുന്നത്? കുടിവെള്ളത്തിനും കാർഷിക ആവശ്യങ്ങൾക്കുമുള്ള ജലം ശുദ്ധം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏത്? ജലരക്ഷ ജീവരക്ഷ. ഓക്കെ, അത് ഒരു സിമ്പിൾ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പഠിച്ചത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം സുനിൽ നോക്കട്ടെ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ചോദ്യം. ഓപ്ഷൻ വേണോ? ഓപ്ഷൻ തരാം. 2004, 2005, 2013, 2012. 2013. അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വർഷം ഏതാണ്? 2013. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ സംരക്ഷണവും സുരക്ഷയും, അതാണ് പഠിക്കാൻ പോകുന്നത്. കേട്ടോ, കുറച്ചേ ഉള്ളൂ പഠിക്കാൻ കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമേ നമുക്കിവിടെ പഠിക്കാവുള്ളൂ. ഓക്കെ, അത് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കണം. ഓക്കെ, അതിൽ നമുക്ക് പോക്സോ പഠിക്കാറുണ്ട്. പോക്സോ നമ്മൾ പ്രത്യേകം എടുത്ത് പഠിക്കും. പോക്സോയ്ക്ക് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചു നിർത്തും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. കുട്ടികൾക്കെതിരെയുള്ളതോ കുട്ടികൾ ഇരയാകുന്നതോ ആയ എല്ലാ കുറ്റകൃത്യങ്ങളും കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യമായി കണക്കാക്കുന്നു. മനസ്സിലായല്ലോ? അപ്പം കുട്ടികൾക്കെതിരെ ഉള്ളതോ കുട്ടികൾ ഇരയാകുന്നതുമായ എല്ലാ കുറ്റകൃത്യങ്ങളും എന്തായി കണക്കാക്കും? കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യമായി കണക്കാക്കുന്നു. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി നിലവിൽ വന്ന പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും പോക്സോ നിയമവും. മനസ്സിലായ? അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി നിലവിൽ വന്ന പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും പോക്സോ നിയമവും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേട്ടോണേ. ബാലാവകാശങ്ങൾ 1989 നവംബർ 20 പറ. 1989 നവംബർ 20 ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച കൺവെൻഷനിൽ, മനസ്സിലായോ? ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശം സംബന്ധിച്ച കൺവെൻഷനിൽ അംഗീകരിച്ചതും 1992 ഡിസംബർ 11 ഇന്ത്യൻ ഗവൺമെൻറ് ഒപ്പുവെച്ചതുമായ കുട്ടികളുടെ അവകാശങ്ങൾ ബാലാവകാശങ്ങളിൽ ഉൾപ്പെടുന്നു. മനസ്സിലായല്ലോ? അതായത് ഈ ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. എപ്പോഴാണ് അത് UN അംഗീകരിച്ചത്? 1989 നവംബർ 20 ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച കൺവെൻഷൻ എന്ത് ചെയ്തു? അംഗീകരിച്ചു. ഓക്കെ, അത് ഇന്ത്യൻ ഗവൺമെൻറ് ഒപ്പുവെച്ചത് എപ്പോഴാണ്? 1992 ഡിസംബർ 11. അപ്പോൾ 89 നവംബർ 20 ഇത് UN കൺവെൻഷൻ എന്ത് ചെയ്തു? അംഗീകരിച്ചു. ഓക്കെ, അത് ഇന്ത്യ ഒപ്പിടുന്നത് എപ്പോഴാണ്? 92 ഡിസംബർ 11. അപ്പോൾ ഇതാണ് ബാലാവകാശങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിവിടെ പഠിക്കേണ്ടത് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് 2005. മനസ്സിലായില്ലേ? അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമം ഏത് വർഷമാണ് വന്നത്? 2005 ആ നിയമം എന്ത് ചെയ്തത്? പാസ്സാക്കുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്ന നിയമം പാസ്സായ വർഷം ഏതാണ്? 2005. കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ബാലാവകാശ ലംഘനങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനും ബാലാവകാശ സംരക്ഷണത്തിനും ദേശീയ കമ്മീഷൻ, സംസ്ഥാന കമ്മീഷൻ എന്നിവ രൂപീകരിക്കുന്നതോടൊപ്പം കുട്ടികളുടെ കോടതി രൂപീകരിക്കുന്നതിനും വേണ്ടി 2005 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണിത്. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ബാലാവകാശ ലംഘനങ്ങൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ലംഘനങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യണം. അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പിന്നെ ബാലാവകാശ ലംഘനങ്ങൾ എന്നിവ വേഗത്തിൽ എന്ത് ചെയ്യണം? വിചാരണ ചെയ്യണം. അതുപോലെ തന്നെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കണം. ദേശീയ കമ്മീഷൻ രൂപീകരിക്കണം. സംസ്ഥാന കമ്മീഷൻ രൂപീകരിക്കണം. അതോടൊപ്പം എന്ത് സ്ഥാപിക്കണം? കുട്ടികളുടെ കോടതികൾ സ്ഥാപിക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിലവിൽ വന്ന നിയമമാണ് പാസ്സാക്കിയ നിയമമാണ് ഏത്? 2005 കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് ഓർത്ത് വെച്ചു. അപ്പം അതെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ?
അതല്ല ഈ കമ്മീഷൻ ആക്ടിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ബാലാവകാശ ലംഘനങ്ങളും വേഗത്തിൽ എന്ത് ചെയ്യണം? നടപ്പിലാക്കണോ? എന്തുവാ അതിലെ വേഗത്തിൽ വിചാരണ ചെയ്യണം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. മൂന്നാമത്തെ ദേശീയ കമ്മീഷൻ രൂപീകരിക്കണം. നാലാമത്തെ സംസ്ഥാന കമ്മീഷനുകൾ രൂപീകരിക്കണം. അഞ്ചാമത്തത് എന്താണ്? കുട്ടികളുടെ കോടതികൾ സ്ഥാപിക്കണം. മനസ്സിലായ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2005 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണിത്. ഈ നിയമം നിലവിൽ വന്ന വർഷം അറിയോ? 2006 7. ഡേറ്റ് അറിയോ? ലോക തണ്ണീർത്തട ദിനം കഴിഞ്ഞിട്ട് 3 ദിവസം. എന്തൊരു പഠിത്തോടെ അതിലൊക്കെ. ഫെബ്രുവരി 5 2007 ഫെബ്രുവരി 5 നിയമം എന്ത് ചെയ്തത്? നിലയിൽ വന്നത്. മനസ്സിലായില്ല? അപ്പം ആ നിയമത്തിനൊരു അടിസ്ഥാനം കിട്ടില്ല നമുക്ക്. എന്താണ് മനസ്സിലായത്? ഇതിൽ എന്തൊക്കെയാണ് പറയണേ? കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ബാലാവകാശ ലംഘനങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യണം. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. ഓക്കെ. പിന്നെ ദേശീയ കമ്മീഷൻ സ്ഥാപിക്കണം. സംസ്ഥാന കമ്മീഷൻ സ്ഥാപിക്കണം. പിന്നെ കോടതി, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോടതികൾ എന്ത് ചെയ്യണം? സ്ഥാപിക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഏത് വർഷം പാസ്സാക്കി? 2005 പാസ്സാക്കി. 2007 ഫെബ്രുവരി 5 നിലവിൽ വന്നതാണ് എന്ത്? കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട്. ഓക്കെ. അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞല്ലേ? ശരി. ഇനി അടുത്ത് പഠിക്കേണ്ടത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, NCPCR. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അതായത് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള NCPCR ഡൽഹി ആസ്ഥാനമാക്കിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ആസ്ഥാനം എവിടെയാണ്? അപ്പോൾ NCPCR ആസ്ഥാനം എവിടെയാണ് പിള്ളേരെ? ഡൽഹിയാണ്. ആ പ്രവർത്തനം ആരംഭിച്ച വർഷവും മാസവും അറിയോ? ഈ നിയമം നിലവിൽ വന്ന് കറക്റ്റ് ഒരു മാസം. ഏത് വർഷം? 2007 മാർച്ച് 5 നിയമം ഈ കമ്മീഷൻ NCPCR എന്ത് ചെയ്ത് നിലവിൽ വന്നത്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഏത് വർഷം നിലവിൽ വന്നു? 2007 മാർച്ച് 5. ആസ്ഥാനം എവിടെ? ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഓക്കെ. ചെയർപേഴ്സണെ കൂടാതെ 6 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും NCPCRലുണ്ട്. അപ്പോൾ ആകെ അംഗങ്ങൾ എത്ര? 7 അംഗങ്ങൾ, ഒരു ചെയർപേഴ്സൺ, 6 അംഗങ്ങൾ, ആകെ എത്ര? 7. അതുകൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. ഒരു മെമ്പർ സെക്രട്ടറിയും ഏലുണ്ട്? NCPCRലുണ്ട്. ആകെ അംഗങ്ങൾ 7 ആണ്. ആകെ അംഗങ്ങൾ എത്രയാണ്? 7 ആണ്. ഓക്കെ, ശരി. അത് മനസ്സിലായേ? ഈ NCPCRന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാ? അധ്യക്ഷ ആരാ? അല്ല, നീലങ്ങ വരും. അതൊന്നുമല്ല. പറഞ്ഞാൽ നിങ്ങൾ പറയും. ക്ലൂ പറഞ്ഞാൽ പെട്ടെന്ന് പറയും. ഷായിൽ തുടങ്ങും, ഹായിൽ അവസാനിക്കും. റാങ്ക് മേക്കിംഗ് എല്ലാം പഠിച്ചിരിക്കുകയാണ്. ശാന്ത സിൻഹ. അപ്പൊ NCPCRന്റെ പ്രഥമ അധ്യക്ഷ ആരാണ്? ശാന്ത സിൻഹ. ആരാണ്? ശാന്ത സിൻഹ. അടുത്ത് NCPCRന്റെ നിലവിലെ അധ്യക്ഷൻ ആരാ? പ്രിയങ്ക് കനുങ്ങോ. ആരാണ്? പ്രിയങ്ക് കനുങ്ങോയാണ് ഇപ്പോഴത്തെ അധ്യക്ഷൻ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരാ? അതാണ് നീല ഗംഗാധരൻ. അല്ല, നീലഗംഗാധരൻ. നീലാന്ന് തീർക്കല്ല, നീലഗംഗാധരൻ. ഇപ്പോഴത്തെ ആരാ? KV മനോജ് കുമാർ. ഞാനിത് പഠിപ്പിച്ചിട്ടില്ലേ? കുട്ടികൾക്ക് വേണ്ടി മനോജ് കുമാർ. കുട്ടികൾക്ക് വേണ്ടി മനോജ് കുമാർ. ദേശീയത്തിലാകുമ്പോഴാരാ? പ്രിയങ്ക് കനുങ്ങോ. കേട്ടോ, പ്രിയങ്ക് കനുങ്ങോ. ദേശീയത്തിലാകുമ്പോൾ പ്രിയങ്ക് കനുങ്ങോ. കേരളത്തിലാകുമ്പോൾ KV മനോജ് കുമാർ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മനോജ് കുമാർ എന്ന് പറഞ്ഞത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മനോജ് കുമാർ. ഓക്കെ. ദേശീയത്തിൽ ആദ്യത്തെ ആളാരാ? ശാന്ത സിൻഹ. ഓക്കെ. സംസ്ഥാനത്തിൽ ആദ്യത്തെ ആരാ? നീലഗംഗാധരൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നീലാന്ന് വേണ്ട, നീലഗംഗാധരൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ 2007 മാർച്ച് 5 നിലവിൽ വന്നു. 2007 മാർച്ച് 5 നിലവിൽ വന്നു. ഓക്കെ. അംഗങ്ങൾ മൊത്തം 7 പേര്, ഒരു ചെയർപേഴ്സൺ, 6 അംഗങ്ങൾ. അതോടൊപ്പം വേറൊരാളും കൂടെ ഉണ്ട്. എന്താണ്? മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണ്? ഇത്രയും അറിയാം നിങ്ങൾക്ക്. ശരി. ഇനി ഈ എവിടെ സെലക്ഷനെ കുറിച്ചാണ്, അതായത് ചെയർപേഴ്സന്റെ സെലക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള മന്ത്രി.
വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള മന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യും? 3 അംഗ സെലക്ഷൻ കമ്മിറ്റി നിയമിക്കും. മനസ്സിലായോ? അതായത് ആ മന്ത്രിയെ ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു 3 അംഗ സെലക്ഷൻ കമ്മിറ്റി എന്ത് ചെയ്യും? നിയമിക്കും. ആ 3 അംഗ സെലക്ഷൻ കമ്മിറ്റിയുടെ തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും? മാനവ വിഭവശേഷി വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരിക്കും. മനസ്സിലായ? അപ്പോൾ വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു 3 അംഗ സെലക്ഷൻ കമ്മിറ്റി എന്ത് ചെയ്യും? കേന്ദ്ര സർക്കാർ നിയമിക്കും. മനസ്സിലായ? അപ്പോൾ ഇവരും കൂടെ ചേർന്നിട്ടാണ്, അതായത് ഈ വനിതാ ശിശു വികസന വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയോട് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കമ്മിറ്റിയെ നിയമിക്കുന്നത്. ആ കമ്മിറ്റിയുടെ തലവനായിട്ട് വേണം, അല്ലെങ്കിൽ ആ 3 അംഗ സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരെന്നിട്ട് ആരാണ്? മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയാണ്. ഇപ്പൊ മാനവ വിഭവശേഷി മന്ത്രാലയം ഇപ്പോൾ ഉണ്ടാ? ഇല്ല. മാനവ വിഭവശേഷി മന്ത്രാലയമാണ് എന്തായി മാറിയത്? വിദ്യാഭ്യാസ വകുപ്പായിട്ട് മാറിയത്. ഓക്കെ, ഇപ്പോഴത്തെ ദേശീയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. ഓക്കെ, എങ്കിൽ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാ? സ്മൃതി സുബിൻ ഇറാനി. സ്മൃതി സുബിൻ ഇരുന്നിരിക്കണം കേട്ടോ. സ്മൃതി സുബിൻ ഇറാനി കേട്ടോ. നിന്റെ സുബിനിൽ എസ് ആണ്, അവിടെ ഹസ്ബൻഡിൻ്റെത് ഇസഡ് ആണ് കേട്ടോ. ഓക്കെ, സ്മൃതി സുബിൻ ഇറാനി. ഓക്കെ, സുബിന് നാണം അതുപോലെ. ഓക്കെ, അപ്പം കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ്? സ്മൃതി ഇറാനി. സ്മൃതി ഇറാനി. ഓക്കെ, സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാ? വീണ ജോർജ് കേട്ടോ. ഓക്കെ, കാലാവധി അറിയോ നിങ്ങൾക്ക്? ചെയർപേഴ്സന്റെ കാലാവധി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് കുറവാണെന്ന് ഓർത്തത്. അപ്പോൾ കാലാവധി എത്രയേ ഉള്ളൂ? 3 വർഷമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെയർപേഴ്സന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സ്. ഇനി ഇത് ഇവരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതൊക്കെ ആര് തന്നെയാണ്? കേന്ദ്ര സർക്കാർ തന്നെയാണ്. നീക്കം ചെയ്യുന്നതൊക്കെ ആര് തന്നെയാണ്? കേന്ദ്ര സർക്കാർ തന്നെയാണ്. അപ്പോൾ അതത്രയും മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ചെയർമാനെ നിയമിക്കുന്ന ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെയർപേഴ്സൺ നിയമിക്കുന്ന ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യും? കേന്ദ്ര സർക്കാർ നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയുടെ അധ്യക്ഷതയിൽ, അല്ലെങ്കിൽ അവരും കൂടെ കൂടി ചേർന്നിട്ട് ഒരു 3 അംഗ സമിതിയെ എന്ത് ചെയ്യും? നിയമിക്കും, ഒരു കമ്മിറ്റി നിയമിക്കും. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരിക്കും? മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയായിരിക്കും. എന്നിട്ട് അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള ആ ഒരു കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ചെയർപേഴ്സണെ നിയമിക്കുന്നത്. ഓക്കെ, അടുത്ത ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് അറിയാമല്ലോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പഠിച്ച് ഈ പറയുന്ന പോയിന്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നത്, കാണാപ്പാടൊന്നും പഠിക്കേണ്ട. ബാലാവകാശ സംരക്ഷണത്തിനായി നിലവിൽ വരുന്ന നിയമങ്ങളെയും അതിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളെയും അവലോകനം ചെയ്യുകയും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്യുകയും വേണം. മനസ്സിലായോ? അപ്പോൾ കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് നിലവിൽ വരുന്ന ഉണ്ടാകത്തില്ലേ? ആ നിയമത്തിൻ്റെ കീഴിൽ നിലവിൽ വരുന്ന സ്ഥാപനം ഉണ്ടാവും. ഇപ്പം തന്നെ 2005 നിയമത്തിൻ്റെ കീഴിലല്ലേ NCPCR SCPCR ഒക്കെ വരുന്നത്. മനസ്സിലായ? ഓക്കെ, അപ്പോൾ ആ സ്ഥാപനങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? ആ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ പ്രവർത്തനം നടക്കുക എന്നുള്ള കാര്യം നോക്കേണ്ടത് ആരാണ്? ദേശീയ ബാലാവകാശ കമ്മീഷനാണ്. മനസ്സിലായല്ലോ? ശരി, അടുത്ത് പ്രവർത്തന റിപ്പോർട്ട് കൊടുക്കേണ്ട ആർക്കാ? നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രവർത്തന റിപ്പോർട്ട് കൊടുക്കുന്നതും എല്ലാം ആർക്ക് തന്നെയാണ്? കേന്ദ്ര സർക്കാർ തന്നെയാണ്. തീവ്രവാദം, വർഗീയ കലാപം, അക്രമം, പ്രകൃതി ദുരന്തം, ഗാർഹിക പീഡനം, എയ്ഡ്സ്, മനുഷ്യക്കടത്ത്, ദുരുപയോഗം, പീഡനം, ചൂഷണം മുതലായ കുട്ടികളുടെ അവകാശങ്ങൾ തടയാൻ കാരണമായ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ഉചിതമായ പരിഹാര നടപടികൾ ശുപാർശ ചെയ്യുക. മനസ്സിലായോ? നമുക്കറിയാം, തീവ്രവാദം വരുമ്പോൾ കുട്ടികൾ ഉപദ്രവിക്കപ്പെടാം, വർഗീയ കലാപം വരുമ്പോൾ കുട്ടികൾ ഉപദ്രവിക്കപ്പെടാം, അക്രമം, പ്രകൃതി ദുരന്തം വരുമ്പോൾ എന്ത് ചെയ്യാം? കുട്ടികൾക്ക് ചിലപ്പം കൃത്യമായ രീതിയിൽ ചികിത്സയും മറ്റും കിട്ടാതെ വരാം. അതുപോലെ ഗാർഹിക പീഡനം കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്. എയ്ഡ്സ് ബാധിച്ച കുട്ടികളെ സമൂഹത്തിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? മാറ്റിയെടുത്താറുണ്ട്. മനുഷ്യക്കടത്ത് കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? തട്ടിക്കൊണ്ടുപോയി കടത്താറുണ്ട്. പിന്നെ ദുരുപയോഗം കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? ദുരുപയോഗം ചെയ്യാറുണ്ട്, പീഡിപ്പിക്കാറുണ്ട്, ചൂഷണം ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കുട്ടികൾ എന്ത് ചെയ്യണം? ഇതിന് കുട്ടികളെ സംരക്ഷിക്കണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. കുട്ടികളുടെ അവകാശങ്ങളുടെ മേഖലയിൽ ഗവേഷണം ഏറ്റെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യണം? ഗവേഷണം നടത്തണം, അത് പ്രോത്സാഹിപ്പിക്കണം. അടുത്ത് ബാലാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കണം, പരിഹാര നടപടികൾ സ്വീകരിക്കണം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ജോലികൾ. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ പറ, ഡേറ്റ് പറ. 2007 മാർച്ച് 5. ആസ്ഥാനം എവിടാ? ആസ്ഥാനം ന്യൂഡൽഹിയാണ് ആസ്ഥാനം വരുന്നത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു?
അംഗങ്ങള് ചെയർപേഴ്സണെ കൂടാതെ 6 അംഗങ്ങൾ, ഒരു മെമ്പർ സെക്രട്ടറി. അപ്പൊ ടോട്ടൽ അംഗങ്ങൾ 7 7 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയുമായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ആദ്യത്തെ ആള് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹ, ഇപ്പോഴത്തത് പ്രിയങ്ക കനുങ്ങ. ഓക്കെ, സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ നീല ഗംഗാധരൻ, ഇപ്പോഴത്തെ ആരാണ്? കെ വി മനോജ് കുമാർ. ഓക്കെ, ഇത് ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്ന സമിതി അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അധ്യക്ഷയായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ സമിതിയാണ്. അതായത് കേന്ദ്ര സർക്കാരിൽ തന്നെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അധ്യക്ഷയായിട്ടാണ് അവരുടെ അധ്യക്ഷതയിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു കമ്മിറ്റി നിയമിക്കുന്നത്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരിക്കും? മാനവ ശിശു വകുപ്പ് മന്ത്രി ആയിരിക്കും. ഓക്കെ, ഇപ്പോഴത്തെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാ കേന്ദ്രത്തില്? സ്മൃതി ഇറാനി. ഇപ്പോഴത്തെ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാ? വീണ ജോർജ്. ഇപ്പോഴത്തെ ദേശീയ നമ്മൾ പറഞ്ഞു മാനവ ശിശു വകുപ്പ് മന്ത്രാലയത്തിന്റെ പേര് മാറിയിട്ടുണ്ട്. ഇപ്പൊ എന്താണ്? വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ്. അതിന്റെ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. ഓക്കെ, അത്ര മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ, ഇവിടെ കാലാവധി, ചെയർപേഴ്സന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും റിപ്പോർട്ട് പരിശോധിക്കുന്നതും എല്ലാം ആര് തന്നെയാണ്? കേന്ദ്ര സർക്കാർ. അപ്പോൾ ഇതിനൊക്കെ ചോദ്യങ്ങൾ വരത്തുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ലോജിക്കാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം കുട്ടികൾക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ അത് നടപ്പിലാക്കണം. അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം? പരിശോധിക്കണം. അതൊക്കെ ഇവിടെ ജോലിയാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ, ഇവർക്ക് ഈ ബാലാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടെന്നുള്ള പരാതികൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് അന്വേഷിക്കണം, പരിഹാരം കാണണം. പിന്നെ ഈ പറഞ്ഞ കുറേ സാഹചര്യങ്ങൾ, പ്രകൃതി ദുരന്തം, എയ്ഡ്സ്, പീഡനം, തീവ്രവാദം, വർഗീയ ലഹള, അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ, ചൂഷണം, ഇതെല്ലാം മനുഷ്യക്കടത്ത്, ദുരുപയോഗം, ഇതൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കണം. മനസ്സിലായ? അതുപോലെ കുട്ടികൾ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്തുകയും അത് നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെയാണ് ആരുടെ ജോലി? ദേശീയ ബാലാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ജോലികൾ. അപ്പോൾ ഇത്തരം മനസ്സിലായ? അപ്പോൾ നമ്മൾ തുടക്കം മുതൽ ഇവിടം വരെയുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ചോദിക്കാൻ പോവുകയാണ്. സുബിനേർ പോസിറ്റോ. കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് ഇന്ത്യയിൽ പാസ്സായ വർഷം ഏതാണ്? 2005 പാസ്സായ വർഷം 2005. ഈ നിയമം കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? എന്തൊക്കെയാ? കുട്ടികളുടെ അവകാശം സംരക്ഷിക്കണം. ദേശീയ ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന രൂപീകരിക്കണം. കുട്ടികളുടെ കോടതി, കുട്ടികളുടെ പ്രത്യേക കോടതി, കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, ബാലാവകാശ ലംഘനങ്ങൾ എന്നിവയിൽ പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കണം. ഇതൊക്കെയാണ് നിയമത്തിന്റെ ലക്ഷ്യം. ഓക്കെ, നമ്മുടെ ഈ ഐക്യരാഷ്ട്രസഭയിൽ കുട്ടികളുടെ കൺവെൻഷൻ, കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച കൺവെൻഷനിൽ അംഗീകരിച്ചപ്പോഴാണ്? നവംബർ 20, 1989 നവംബർ 20. അതിൽ ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെച്ചത് എപ്പോഴാണ്? 92 ഡിസംബറാണ് ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് കുട്ടികളുടെ അവകാശം അല്ലെങ്കിൽ ബാലാവകാശം എന്നറിയപ്പെടുന്നത് കേട്ടോ. ഈ ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച ഈ ഒരു കൺവെൻഷനിൽ നമ്മൾ അംഗീകരിച്ച കാര്യങ്ങൾ. ഓക്കെ, എടാ ഈ NCPC എന്ന പൂർണ്ണരൂപം എന്താ? നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട്. ചൈൽഡ് റൈറ്റ്സ് ആക്ടാ? ചൈൽഡ് റൈറ്റ്സ്. ഓക്കെ, ഇനി ഈ കമ്മീഷൻ എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അറിയോ? നമ്മൾ പറഞ്ഞു 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കമ്മീഷൻ എപ്പോഴാണ് നിലവിൽ വന്നേ? 2007 മാർച്ച് 5. 2005 പാസ്സായ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് അതെപ്പോഴാണ് നിലവിൽ വന്നേ? ഫെബ്രുവരി 5. ഓക്കെ, സുബിനെ ഈ NCPC ആസ്ഥാനം എവിടെയാ? ന്യൂഡൽഹി. ഈ NCPC അംഗസംഖ്യ എങ്ങനെയാണ്? മെമ്പർ ഒരു ചെയർപേഴ്സൺ, 6 അംഗങ്ങൾ, പിന്നെ ഒരു മെമ്പർ സെക്രട്ടറി. ഓക്കെ, NCPC പ്രഥമ അധ്യക്ഷ ആരാ? NCPC ഇപ്പോഴത്തെ അധ്യക്ഷ ആരാ? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരാ? നീല ഗംഗാധരൻ. ഓക്കെ, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാ? KV മനോജ് കുമാർ. ചെയർപേഴ്സന്റെ കാലാവധി? ഓക്കെ, അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സ്. ഇവരെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, റിപ്പോർട്ട് പരിശോധിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാരാണ്. എടാ, ഇവരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് കമ്മിറ്റി രൂപീകരിക്കുന്നത്? ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരിക്കും? ഇപ്പോഴത്തെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാ കേന്ദ്രത്തിൽ?
സ്മൃതി ഇറാനി. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാ? വീണ ജോർജ്. ഇപ്പോഴത്തെ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? ധർമ്മേന്ദ്ര പ്രധാൻ. ഓക്കെ, ഇത്ര നമ്മൾ പഠിച്ചേ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് SCPCR, സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. അത് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ഈ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് 2013 ജൂൺ 3-നാണ്. 2013 ജൂൺ 3-നാണ്. ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം തിരുവനന്തപുരമാണ്. മറ്റേത് ഡൽഹിയിലാണ്, ഇത് തിരുവനന്തപുരമാണ്. മറ്റേത് 2007 മാർച്ച് 5-നാണ്, ഇത് 2013 ജൂൺ 3-ന്. 2013 ജൂൺ 3-നാണ്. കുട്ടികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയുടെ മധ്യസ്ഥതയിൽ കുട്ടികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച 3-അംഗ സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ചെയർപേഴ്സൺ നിയമിക്കുന്നത്. കേന്ദ്രത്തെ പോലെ തന്നെയാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ 7 പേരാണ്. അവിടുത്തെ പോലെ അംഗസംഖ്യ ഇവിടെ എന്താണ്? സെയിം ആണ്. ചെയർമാൻ ഉൾപ്പെടെ 7 പേരാണ്. കൂടെ ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ടാവും. കാലാവധിയും സെയിം ആണ്. ചെയർപേഴ്സന്റെ കാലാവധി 3 വർഷം 65 വയസ്സ്. അംഗങ്ങളുടെ കാലാവധിയും 3 വർഷം 60 വയസ്സ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും റിപ്പോർട്ട് പരിശോധിക്കുന്നതും എല്ലാം ആരാണ്? സംസ്ഥാന സർക്കാർ. ഇത്രയേ ഉള്ളൂ. മനസ്സിലായ? അപ്പോൾ എപ്പോഴാണ്? 2013 ജൂൺ 3. ആസ്ഥാനം തിരുവനന്തപുരം. ഓക്കെ, അംഗങ്ങള് ചെയർമാൻ ഉൾപ്പെടെ 7. ഓക്കെ, കാലാവധി ചെയർപേഴ്സൻ്റെത് അല്ലെങ്കിൽ ചെയർമാൻ്റെത് 365, അംഗങ്ങളുടേത് 360. ഓക്കെ, നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും റിപ്പോർട്ട് പരിശോധിക്കുന്നതും സംസ്ഥാന സർക്കാർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പോൾ അത് അത്രയാണ് അവിടെ പറയുന്നത്. ചോദ്യം ഇതാണ്: പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്താണ്? പോക്സോ. നമ്മൾ കുറച്ച് നിയമങ്ങളും വർഷം മാത്രം പറഞ്ഞു പോകുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ഏത് വർഷമാണ്? 2012 ഓക്കെ, ഈ കുട്ടികളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളാണ്. അത് ഫാക്ടറീസ് ആക്ട് ഏത് വർഷമാണ്? ഫാക്ടറീസ് ആക്ട് 1948. ഓക്കെ, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട്, ബാലവേല നിരോധന നിയമം. നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാ ബാലവേല നിരോധന നിയമം ഏത് വർഷം? ഞാൻ താവൂക്കെടുത്ത് തലയടിച്ചിരുന്നേ. 86 കേട്ടാ. ബാലവേല നിരോധന നിയമം ഏത് വർഷമാണ്? 1986. 1986. എത്ര വയസ്സ് ഈ നിയമപ്രകാരം എത്ര വയസ്സ് താഴോട്ടുള്ളവരെയാണ് ബാലന്മാരെ കണക്കാക്കുന്നത്? 14 വയസ്സിന് താഴോട്ടുള്ളവരാണ് എന്ത് ചെയ്യുന്നത്? ബാലന്മാരെ കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കുട്ടിയെ കണക്കാക്കുന്നത് എത്ര വയസ്സിന് താഴോട്ടുള്ളവരെയാണ്? 18. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കുട്ടികളെ കണക്കാക്കുന്നത് 18 വയസ്സിന് താഴോട്ടുള്ളവരെയാണ്. അതുപോലെ പോക്സോ നിയമപ്രകാരം കുട്ടികളെ കണക്കാക്കുന്നത് 18 വയസ്സിന് താഴോട്ടുള്ളവരെയാണ്. ഓക്കെ, അതുപോലെ ഈ ഇടയ്ക്ക് വന്നൊരു കണ്ടവസ് ചോദ്യമാണ്. നമ്മുടെ ഇന്ത്യൻ ദേശീയ ടീമിൽ ചേരാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 15 വയസ്സാണ്. 15 വയസ്സാണ് കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ഭാഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 15 വയസ്സാണ്. എത്രയാണ്? 15 വയസ്സാണ്. ദേശീയ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 15 വയസ്സാണ്. അതുപോലെ ഒരു വേറെ ചോദ്യം ഇപ്പോൾ ഓർത്തിട്ടുണ്ടായിരുന്നല്ലോ. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം 1-ാം ക്ലാസ്സിൽ ചേർക്കേണ്ട പ്രായപരിധി എത്രയാണ്? 6 വയസ്സാണ്. അപ്പോൾ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം 1-ാം ക്ലാസ്സിൽ ചേർക്കേണ്ട പ്രായപരിധി എത്രയാണുള്ളത്? 6 വയസ്സാണ് കേട്ടോ. 6 വയസ്സാണ്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ചോണേ. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പം ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാലന്മാരെ കണക്കാക്കുന്നത് 14 വയസ്സിന് താഴോട്ടുള്ളവരെയാണ്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം 18 വയസ്സ്. പോക്സോ നിയമപ്രകാരം 18 വയസ്സ്. ഇനി ഇന്ത്യൻ ദേശീയ ടീമിന്റെ ഭാഗമാകാനുള്ള കുറഞ്ഞ പ്രായം ക്രിക്കറ്റിലെ 15 വയസ്സ്. അതുപോലെ ലാസ്റ്റ് പറഞ്ഞ എന്തായിരുന്നു? ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം സ്കൂളിൽ ചേർക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 6 വയസ്സാണ് കേട്ടോ. ഓക്കെ, അടുത്ത് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് ഏത് വർഷമാണ് പാസ്സായത്? 2009. അത് ഓർമ്മയുണ്ട് ഏത് നിയമമെന്ന്? ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം. അതിൽ പറഞ്ഞ പ്രായപരിധി എത്രയാണ്? 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് എന്ത് കൊടുക്കണം?
സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയുന്ന ആക്ടാണ് 2009 ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം. അപ്പോൾ പോക്സോ ആക്ട് ഏത് വർഷം? 2012. ഫാക്ടറീസ് ആക്ട് ഏത് വർഷം? 1948. ഓക്കെ. ബാലവേല നിരോധന നിയമം ഏത് വർഷം? 86. അതുപോലെ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം ഏത് വർഷം? 2009. ഓക്കെ. അടുത്തത് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട്. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006 കേട്ടോ. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് ഏത് വർഷം ഉള്ളത്? 2006. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. 2000. അത് പിന്നീട് എന്ത് ചെയ്തു? റദ്ദ് ചെയ്തിട്ട് പിന്നെ എപ്പോൾ വന്നു? 2016 കേട്ടോ. ഓക്കെ. 2000 നിയമം റദ്ദ് ചെയ്തിട്ട് എപ്പോൾ വന്നു? 2016 വന്നു. ഓക്കെ, ശരി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ ചൈൽഡ് റൈറ്റ്സ് ആക്ട്, അത് ഒരിക്കൽ നമ്മൾ ഭേദഗതി ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ്? 2005 അത് പാസ്സാക്കിയിട്ട് 2006 അത് എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തിട്ടാണ് 2007 നിലയിൽ വരുന്നത്. അതൊന്ന് ഓർത്ത് വെച്ച് വേണം. ചോദിക്കാൻ ചാൻസ് ഇല്ല. നമുക്കിത് ചോദിക്കുന്നെങ്കിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലയിൽ വരുന്ന വർഷം ചോദിക്കാറുണ്ട്, പിന്നെ അംഗസംഖ്യ ചോദിക്കാറുണ്ട്, കാലാവധി ചോദിക്കാറുണ്ട് കേട്ടോ. അതൊക്കെയാണ് ചോദിക്കാറ്. പിന്നെ ഈ ആദ്യത്തെ ആള്, അവസാനത്തെ ആള്, നിലവിലെ ആൾ, അതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം പിന്നെ ഇപ്പം പറഞ്ഞ നിയമങ്ങൾ ഓർമ്മയുണ്ടോ? ഏതൊക്കെയാ പറയുന്നത്? പോക്സോ ഏത് വർഷം? 2012. ഓക്കെ. ഫാക്ടറീസ് ആക്ട് 48. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേറ്റിംഗ് ആക്ട് 1986. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ, അതായത് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഡേറ്റ് അറിയോ? 2009 ഓഗസ്റ്റ് 26. അത് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. നമ്മൾ പഠിക്കും, അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. 2010 ഏപ്രിൽ 1. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് ഏത് വർഷം? 2006. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 പാസ്സായി 2016 വീണ്ടും നിലയിൽ വന്നു. നമ്മൾ ജൂനിയർ ജസ്റ്റിസ് ആക്ട് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ അത്രയും ഒന്ന് പഠിച്ചല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അതുൽ, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം തീയതി 2013 ജൂൺ 3. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. അംഗങ്ങളുടെ കാലാവധി അംഗങ്ങൾ 3 വർഷം 65 അല്ല, അംഗങ്ങൾ 3 വർഷം 60. ചെയർപേഴ്സൺ 65. ആരാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ? നീലഗംഗാധരൻ. നിലവിലാരാ? മനോജ് കുമാർ. പിന്നെ റിപ്പോർട്ട്, നിയമനം, നീക്കം ചെയ്യലെല്ലാം ആരാണ്? സംസ്ഥാന സർക്കാരാണ്. പോക്സോ നിയമം ഏത് വർഷം? കുട്ടി പറഞ്ഞേ. പോക്സോ നിയമപ്രകാരം കുട്ടിയെ കണക്കാക്കുന്നത് എത്ര വയസ്സുള്ള ആളെയാണ് കുട്ടി? പോക്സോ നിയമപ്രകാരം 14 വയസ്സാണ് കുട്ടി. ഞാൻ താവുക്കെടുത്തെറിയേ 18. ബാലവേല നിരോധന നിയമം ഏത് വർഷം? 1986 കേട്ടോ. ശരി, അത് 86. ഈ ബാലവേല നിരോധന നിയമപ്രകാരം കുട്ടിയെ കണക്കാക്കുന്നത് 14 വയസ്സിന് താഴെയുള്ളവരെയാണ് കേട്ടോ. ഓക്കെ. ഇവിടെ ഗാർഹിക പീഡന നിരോധന നിയമം 2005. ആ നിയമപ്രകാരം കുട്ടിയെ കണക്കാക്കുന്നത് 18 വയസ്സിന് താഴെയുള്ളവരെയാണ്. ഓക്കെ. ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമാകണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 15 വയസ്സ്. ഓക്കെ. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം, പുതിയ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം 1-ാം ക്ലാസ് ചേർക്കേണ്ട പ്രായം എത്രയാണ്? 6 വയസ്സ്. അവിടെ ചോദ്യം ഉണ്ടായിരുന്നില്ലേ? ഫാക്ടറീസ് ആക്ട് ഏത് വർഷം? 1948. എടാ, ഇവിടെ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം ഏത് വർഷം? 2009 ഓഗസ്റ്റ് 26 പാസ്സായി. നിലയിൽ വന്നത് 2010 ഏപ്രിൽ 1. അവിടെ കുട്ടി, ബാലവേല നിരോധന നിയമം 1986. ഒരു കമ്പെടുത്തിട്ടുണ്ട്. ബാലവേല ചോദിച്ചത്. ഓ സോറി, ഞാൻ മറ്റേ ബാലവിവാഹമാണ് ഉദ്ദേശിച്ചത്. ബാലവിവാഹ നിരോധന നിയമം 2006. ഓക്കെ, ശരി. ഒരു കാര്യം ഓർത്ത് വേണം. 1986 ചൈൽഡ് ലേബർ നിയമപ്രകാരം ഒരാഴ്ചയുടെ തുടക്കമായി കണക്കാക്കുന്നത് എപ്പോഴെന്നറിയാവോ?
ശനിയാഴ്ച അർദ്ധരാത്രി മുതലാണ് കേട്ടോ. ശനിയാഴ്ച അർദ്ധരാത്രി മുതലാണ് ഒരാഴ്ച തുടക്കമായി കണക്കാക്കുന്നത്. അപ്പോൾ അതും കൂടെ ഓർത്തോണം. നമുക്ക് ഇതിലിനി പോക്സോ പഠിക്കാനുണ്ട്, പിന്നെ അത് പഠിക്കാനുണ്ട്, പിന്നെ നമുക്ക് മറ്റേ ഇത് പഠിക്കാനുണ്ട്, ജൂനിയർ ജസ്റ്റിസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ ശരി. അപ്പോൾ അത്രയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും പഠിപ്പിച്ചതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത് എന്താണ്, കഴിഞ്ഞ പരീക്ഷയിൽ ഫുൾ മാർക്കുള്ള ആൾക്കാരുടെ പേരാണ് വായിക്കേണ്ടത്. നമുക്ക് ആരൊക്കെയെന്ന് നോക്കാം. ഓക്കെ സുബിനെ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ റിവിഷനിൽ ഫുൾ മാർക്കുള്ള ആൾക്കാരുടെ പേരാണ് പറയാൻ പോകുന്നത്. ഒരുപാട് പേർക്കുണ്ട്. ചൈത്ര കെ വി ഫുൾ മാർക്കുണ്ട്, ഷംല റഷീദ് പാലക്കാട്, വർഷ പാലക്കാട്, സൗമ്യ കൊട്ടാരക്കര, റീന ഷിജോ വയനാട്, ഷൈനി മലപ്പുറം, സുജിത വിനേഷ്, ഷെറീന, അനുപ്രിയ പുന്നവൂർ, ശ്യാമ വിഷ്ണു കൊല്ലം, ശ്രീജ കൊല്ലം, സലീന നിഹാസ് കൊല്ലം, ഷമീർ, അശ്വതി കണ്ണൂർ, മഞ്ജു സജീവ് ആലപ്പുഴ, സജാന പർവീൻ മലപ്പുറം, പ്രശോഭ്, മിനി ശിവൻ കുമ്പിടി, ആദിത്യ ഗൗരി ട്രിവാൻഡ്രം. ആദ്യം ടെക്സ്റ്റിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ആദ്യം നമ്മുടെ ഗ്രൂപ്പിലുള്ളതല്ലേ? അപ്പോൾ ആ ഗ്രൂപ്പിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ഏതൊക്കെയെന്ന്. നമുക്കിപ്പോൾ എല്ലാം നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണേ. ഓക്കെ, സിനി ദിനേശ് ഉണ്ട്, ആഷിത ഉണ്ട്, ആൻസി സിയാദ് കേട്ടാ. അപ്പോൾ ഇത്രയും പേർക്കാണ് ഫുൾ മാർക്ക് ഉള്ളത്. അപ്പോൾ ഫുൾ മാർക്ക് വാങ്ങിച്ച എല്ലാവർക്കും അടിയുടെ നെക്സ്റ്റ് 12 മാർക്ക് കണ്ടല്ലേ ഉള്ളൂ. ക്ലാപ്പ് കയറും. ഓക്കെ, അപ്പം എല്ലാവർക്കും വീണ്ടും ഒന്നുകൂടെ നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് മതിയാക്കുകയാണ്. ഓക്കെ ശരി. ഓക്കെ, ഇന്ന് നമ്മുടെ ആസിഫ് അലിയും വിജയ് ദേവറെ കൊണ്ട് ഏതൊന്നും വന്നിട്ടില്ല കേട്ടോ. നാളെ ചാവിയല്ല കുഞ്ചാക്ക ഓമ. എടാ നിന്നെ ആടെ ചാവിയല്ല കുഞ്ചാക്ക, നീ എന്നടാ ഫേക്കായിട്ട് കമന്റ് ചെയ്തു. അത് കമന്റിങ് ആണ്. ഒരാളെ മാത്രം പറയണേ എന്തിന്? ഇപ്പുറത്തിരിക്കുന്ന പുള്ളിക്കാരനെ കണ്ട ചാവിയല്ല കുഞ്ചാക്ക പോലെ ഉണ്ടെന്ന് അവസ്ഥ. ഓക്കെ, അവസ്ഥകളോട് അവസ്ഥ. ശരി, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്. ഓക്കെ, ടാറ്റ, ബൈ.